എങ്ങനെയൊക്കെയോ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞാൻ കോളേജിലെ പഠിത്തം പൂർത്തിയാക്കി. അവസാന വർഷത്തെ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അമ്മ ദിവസവും വീട്ടിൽ നിന്നും പോയാൽ വളരെ ഇരുട്ടിയിട്ടായിരിക്കും തിരിച്ചെത്തുക. അമ്മ എവിടെ പോയിരുന്നുവെന്ന് അച്ഛൻ അന്വേഷിച്ചതുമില്ല. ഒരു ദിവസം ചേച്ചി, ഞാൻ പോട്ടെ. വാ സുരേഷ്. ഇല്ല, അതല്ല, ഇപ്പൊ കയറിയ ശരിയാവില്ല, ഇനി ഒരിക്കലാവാം. ഇത് വനിത, മൂത്ത മോള. ഇത് സുരേഷ്. ഹലോ. എടി, മോഹൻ വന്നില്ലേ? ഇല്ല. ഞാൻ പോട്ടെ ചേച്ചി. വാ സുരേഷ്, എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടണ്ടേ? അച്ഛനെവിടെടി? ഞാൻ പോണു ചേച്ചി. നിൽക്കൂ. ഇയാൾ ആരാണെന്ന് അറിയാമോ? സുരേഷ്, നമുക്ക് ചെലവിന് വരുന്ന ആളാ. ഞാൻ നാളെ വരാം. നോ, ഐ എം സുരേഷ്. മിസ്റ്റർ സേതുമാധവൻ, ബഹളം ഉണ്ടാക്കരുത്. മോശമല്ലേ? നീ പോടാ. ശരി, പോവാ. 24 കൊല്ലമായി ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് മടുത്തു. മതി, ഞാൻ പോകണോ? പോയി തൊലയിടി എവിടെയെങ്കിലും. മടുത്തു മോളെ, മടുത്തു. അന്ന് പോയതാ. പിന്നീട് ഞാൻ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ 3-ാം ദിവസം രാവിലെ ഞാൻ അച്ഛന്റെ മുറിയിൽ ചെല്ലുമ്പോ, അച്ഛ കാപ്പി. അച്ഛ, 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 മോഹന, അച്ഛ. ആത്മഹത്യയായിരുന്നു അല്ലേ? ജീവിതം കൂടുതൽ ദുസ്സഹമായി. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. മോഹൻ വല്ലപ്പോഴും എങ്ങാനും വീട്ടിൽ വന്നാലായി. ഒരു ജോലി എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കി. ഒരു സഹകരണ ബാങ്കിൽ നിന്നും ഒരു ഇന്റർവ്യൂ കാർഡ് വന്നു. റെക്കമെൻഡേഷൻ ഇല്ലാതെ കിട്ടില്ലെന്ന് എല്ലാവരും പറഞ്ഞു. ബാങ്കിന്റെ ചെയർമാൻ സ്ഥല MLA ആയിരുന്നു. പണ്ട് അച്ഛന്റെ ബിസിനസ് നല്ല നിലയിലായിരുന്നപ്പോൾ അയാൾ വീട്ടിൽ വന്ന കാര്യം ഞാൻ ഓർത്തു. ഫോൺ ചെയ്തപ്പോൾ നേരിൽ ചെന്ന് കാണാൻ പറഞ്ഞു. ഞാൻ മോഹനെയും കൂട്ടിപ്പോയി. അന്ന് എന്നോട് പറഞ്ഞതേ 2 ആഴ്ച കഴിഞ്ഞു. അകത്തേക്ക് പോയിക്കോളൂ. വനിതാ എസ് നായർ അല്ലേ? അതെ. നായര് മാത്രമല്ല സാറേ, അമ്മ ക്രിസ്ത്യാനിയാ. അല്ല, അതറിയാം. അതുകൊണ്ടാണല്ലോ പാലോട സാറിന് ഇക്കാര്യത്തിൽ ഇത്രയും വലിയ താല്പര്യം. എന്നാ പിന്നെ അകത്തേക്ക് എന്നാട്ടെ. സാറിന് ഉടനെ വെളിയിൽ പോകണമെന്നാ പറയുന്നത്. ആപ്ലിക്കന്റ് മാത്രം പോയാ മതി. ഇതാരാ? എന്റെ ബ്രദറാ. ആ, താൻ എവിടെ ഇരിക്കും. ആ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ. അല്ല, ഞാൻ കൂടെ പോവാം. അതിനെന്താ? ഡോഡോ, തനിക്കാണോ ജോലി വേണ്ടത് അതോ ഈ കുട്ടിക്കാണോ? ആ, ജോലി അവക്ക് തന്നെ. ആ, എന്നാ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ. താൻ എവിടെ ഇരിക്കും. മോഹന, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. സാർ, ഓ, ഗ്രാജുവേറ്റ് ആണല്ലേ? അതെ. റെസിറ്റേഷൻ പാടുവോ? ഞാൻ തന്നെ എഴുതിയ വരികളാ. ഓഹോ, അപ്പൊ കവിത എഴുതും. കൊള്ളാം. ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി ആലോചിക്കുകയായിരുന്നു. BCom ഫസ്റ്റ് ക്ലാസ്, കവിത എഴുതും, ചെറുപ്രായം. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്കിന്റെ പണി കിട്ടണമെങ്കിൽ റെക്കമെൻഡേഷൻ വേണം. ഞാൻ തന്നെ കുറ്റം പറഞ്ഞതല്ല. ഏതായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. ഫസ്റ്റ് ക്ലാസ്സുകാരൻ പുറത്ത് നിൽക്കുമ്പോ 3rd ക്ലാസ്സുകാരൻ ജോലിയും കൊണ്ട് പോകുന്ന കാലമല്ലേ. നാളെ അല്ലേ ഇന്റർവ്യൂ? ഒന്ന് ഞാൻ തല കാണിച്ചേര്. ജോലി കിട്ടി. ഞാനല്ലേ പറയുന്നത്. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടുന്നത് വരെ താങ്ക് യു സാർ, നമസ്കാരം സാർ. ഏയ്, ഞാൻ കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്. പറയോ? ഇല്ല സാർ, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ആ,
എനിക്ക് ഈ കാശും പണമൊന്നും വേണ്ട. ആരെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നന്ദി സ്നേഹവും മതി. കുട്ടി ഒരു കലാകാരിയല്ലേ, സഹകരിക്കുന്നതിൽ വിഷമൊന്നുമില്ലല്ലോ. വേണ്ട, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഇയാളെ പറ്റി ഇങ്ങനെയൊന്നുമല്ല ഞാൻ കേട്ടിരുന്നത്. പിറ്റേന്ന് അയാളുടെ ആരോ വീട്ടിൽ വന്നു. അയാൾ അങ്ങനെ പെരുമാറിയ വിവരം പുറത്തു പറഞ്ഞാൽ എന്നെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ആരോടും പറഞ്ഞില്ല. ജനസേവകൻ. ആ മുറി പോയിരുന്നു. അമ്പിയേ, അമ്പി, അമ്പി, ഇയാളെന്നാ കട കടച്ചിരുന്ന് ഉറങ്ങുകയാണ്. അമ്പി, ആ വെള്ളയച്ചനാ. ഇതൊക്കെ ആ വിശ്വംബരന്റെ കൊടുത്തയച്ചാ പോരായിരുന്നോ? താൻ രാവിലെ മൂടോട്ടാണെന്ന് വിശ്വംബരം എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി തനിക്ക് എവിടുന്നോ ഒരു സാധനം വീണ് കിട്ടിയിട്ടുണ്ടെന്ന്. അതിലെ ഞാൻ തന്നെ വന്നത്. വാ. എന്നിട്ട് എവിടെ വരെ ആയി? കടലാസിലേക്കായി തുടങ്ങിയോ? ഇല്ല. ഇല്ലേ? ഒരു കഥാപാത്രം വന്ന് കയറിയിട്ടേ ഉള്ളൂ. ആണോ പെണ്ണോ? പെണ്ണാ. ഹീറോയിനാ? അപ്പൊ നമ്മുടെ വാസത്തിക്ക് ചെയ്യാമല്ലോ അല്ലേ? കഥ മുഴുവനാകുന്നതിന് മുമ്പാണോ ആർട്ടിസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്? മുഴുവനായില്ലേ? ഇല്ല. എന്നാ ആയിരത്തോളം പറ, കേട്ടുപോട്ടെ. അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാറായിട്ടൊന്നുമില്ല. എന്നാലും അതിന്റെ ഒരു തുടക്കം അതെങ്ങനെ വരും? ഒന്ന് പറയാശാനെ, അത്യാഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുക. ഒരു പെൺകുട്ടി. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായിരുന്നു അച്ഛനും അമ്മയും. അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരൻ, അമ്മ സൊസൈറ്റി ലേഡി. പെൺകുട്ടി കോളേജ് പഠിക്കുന്നു. കഥ എഴുതും, കവിത എഴുതും. കവിത എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാട്ടാവാമല്ലോ. എന്നിട്ട് ചുരുക്കി പറയാം, അച്ഛന്റെ ബിസിനസ് പൊളിയുന്നു. ദാരിദ്ര്യം. അമ്മ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. ആ ഷോക്കിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു. ഒറ്റയ്ക്കായ പെൺകുട്ടി ഒരു ജോലി തേടി അലയുന്നു. ജോലി കൊടുക്കാൻ പലരും തയ്യാറാണ്. പക്ഷെ അവർക്കൊക്കെ പകരം വേണ്ട. മനസ്സിലായി. പെണ്ണുങ്ങളുടെ കണ്ണു നനയാനുള്ള സാധനമൊക്കെ ആയി. എന്നിട്ട് അവിടം വരെ ആയിട്ടുള്ളൂ. ഇവിടം വരെ ഓക്കെ, നമുക്ക് വേണ്ടല്ലോ, അതിനകത്തുണ്ട്. ബാക്കി നമുക്ക് വേറൊരു ലൈൻ ചിന്തിച്ചാലോ? എങ്ങനെ? അതായത് പ്രതികൂല സാഹചര്യങ്ങളുമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ പെൺകുട്ടി ഒരു വേശ്യയായി മാറും. അത് വേണ്ട. അതെന്താ? അവൾക്കൊരു വേശ്യയാവാൻ പറ്റില്ല. അത് നമ്മളല്ലേ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അത് ഇയാളെന്നെ ചൂടാകുന്നേ, നമ്മുടെ സ്വന്തമൊന്നും അല്ലല്ലോ. അങ്ങനെ ഓരോ രാത്രിയും ഓരോ പുരുഷന്മാർ, ഓരോ സ്ഥലം. സുഖിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ഒടുവിൽ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ എന്ത് വന്നാലും സമൂഹ മനസാക്ഷിയുടെ നെഞ്ചത്താണല്ലോ. അല്ല ശാനെ, സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ അവളൊരു ചോദ്യചിഹ്നമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഓഹോ, അപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ നിൽക്കുമായിരിക്കും. ഏതായാലും താൻ ഇത്ര ഒപ്പിച്ചല്ലോ, നമുക്കൊരു സ്മാൾ അടിച്ചിട്ട് ചാപ്പാട് കഴിക്കാം. വേണ്ട പിള്ളേച്ച, ചാപ്പാട് ഞാൻ പിന്നെ കഴിച്ചോളാം. ഈ മൂഡിലൊരു പിടിപിടിച്ച കുറെ ഇഞ്ഞു പോരും. എന്നാ ഒരു കാര്യം ചെയ്യാം, തന്റെ പണി നടന്നോട്ടെ. ഞാൻ ഒരു സ്മാൾ ഫിറ്റ് ചെയ്തിട്ട് ആ മുറി കിടന്നു. അത് വേണ്ട, ഇന്ന് കളിയില്ല. അങ്ങനെയല്ല പിള്ളേച്ച, പിള്ളേച്ചൻ പോണം. ഇതെന്നും അടങ്ങി മുമ്പെങ്കിലും ഇല്ലാത്തൊരു ശീലം. ഞാനിപ്പോ എന്താ വേണ്ട, പോണോ? അതാ നല്ലത്. ശരി, തന്റെ ഇഷ്ടം. ഇത് വിടുന്നോട്ടെ. അപ്പൊ ഞാൻ പോട്ടോ? വൈകിട്ട് വിശ്വംബരനെ അയക്കാം. പോരും. എന്റെ കഥയാണ് ഇപ്പോൾ നാടകമാക്കാൻ പോകുന്നത്. ഹേയ്, അത് ഞാൻ അയാളോട് വെറുതെ പറഞ്ഞതാ. വേറെ കഥയൊന്നും കിട്ടാത്തതുകൊണ്ട് കേട്ടൊരു കഥ പറഞ്ഞതേ ഉള്ളൂ. എഴുതിക്കോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. ബാക്കി കൂടി കേട്ടാൽ ചിലപ്പോ സാർ ഇക്കഥ തന്നെ എഴുതിയെന്ന് വരും. ബാക്കിയോടെ കേക്കട്ടെ. കടക്കാരെല്ലാവരും ചേർന്ന് വീട് ജപ്തി ചെയ്തു. ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. എന്നെയും എന്റെ സഹോദരനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ ഏതോ കൂട്ടുകാരുടെ കൂടെ താമസമാക്കി. എനിക്ക് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ താൽക്കാലികമായ ഒരു ജോലി കിട്ടി. അവിടെ നിന്ന് ശമ്പളമൊന്നും പറഞ്ഞ് വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടിയാലായി. കോളേജിനടുത്തുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു
ഞാൻ താമസിച്ചിരുന്നത്. അവിടെ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി, ഗീത. കുട്ടി, എനിക്ക് കുട്ടിയോട് പേഴ്സണലായിട്ട് വഴക്കൊന്നുമില്ല. സ്ഥിതിയൊക്കെ അറിയുകയും ചെയ്യാം. എല്ലാ മാസത്തിന്റെയും ഫസ്റ്റ് വീക്കിൽ തന്നെ റെന്റും മെസ് ബില്ലും തീർക്കണമെന്ന റൂള്. ഇന്ന് 15. അവരൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? കുട്ടി അതൊന്ന് പറഞ്ഞതാ. ആ, നാളെ 2 തീരുമാനിക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം. ഒരു വഴിയുമില്ല ഗീതേ. എവിടുന്നാ? ഈ വളയിൽ ഒരെണ്ണം വിൽക്കാം, അല്ലെങ്കിൽ പണയം വെക്കാം. ഗീതേ, തന്നെ കാണാനൊരാള്. വാ. ഫോൺ വിളിച്ചാൽ തിരിച്ചു വിളിച്ചോടി. 50 പൈസ ചുമ്മാ ഉണ്ടാവോ? അതെ അതെ, പെട്രോൾ എനിക്ക് ഓസി കിട്ടണല്ലേ. എന്റെ കസിനാണ്, അമ്മാവിന്റെ മോൻ. കൂട്ടുകാരിയുടെ പേരെന്താ? വനിത. ഐ എം പ്രിയദർശൻ. ഹലോ. ഹലോ. പ്രിയനെ കണ്ടപ്പോൾ തന്നെ എന്തോ എനിക്ക് അയാളോടൊരു ഇഷ്ടം തോന്നി. പ്രിയൻ ഒരു പാട്ടുകാരനായിരുന്നു. ഹോട്ടൽ ബ്ലൂ മൂണിൽ എല്ലാ വൈകുന്നേരങ്ങളിലും അയാൾ പ്രോഗ്രാം നടത്തിയിരുന്നു. എനിക്ക് പാട്ടിൽ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ അയാൾ എന്നെയും ക്ഷണിച്ചു. ഹലോ. ഹലോ, മുതലാളി ഉണ്ടല്ലോ, വരൂ. സർ. യെസ്. ഇതിനു മുമ്പ് എവിടെങ്കിലും പാടിയിട്ടുണ്ടോ? അല്ല ഹോട്ടലിലോ നാടകത്തിനോ ഗാനമേളയ്ക്കോ? ഇല്ല. അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നും പാടിയിട്ടില്ലെന്നേ ഉള്ളൂ സാർ. കോളേജിലൊക്കെ ധാരാളം പാടിയിട്ടുണ്ട്. പിന്നെ കവിത എഴുതും. കവിതയോ? അതുകൊണ്ട് ഹോട്ടലിൽ എന്താ തങ്കപ്പാ പ്രയോജനം? ഒരു പ്രയോജനമില്ല കൊച്ചേ. ഇവിടുത്തെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചാല്, ഇവിടെ തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ വരുന്നവര് പാട്ട് കച്ചേരിയും ഗാനമേളയും ഒന്നും കേൾക്കാൻ വരുന്നവരല്ല. പിന്നെ നല്ല പാട്ടും കാണാൻ കൊള്ളാതെ പാടുകയൊക്കെ ചെയ്യുമ്പോ അവര് കണ്ടവൻ അങ്ങ് തിന്നെയും കുടിക്കുകയും ചെയ്തോളൂ. അതെ. തനിക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നോക്ക്, പുതിയ പാട്ട് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്ക്, നോക്കാം. ശമ്പളത്തിന്റെ കാര്യം ഞാൻ 2 ദിവസം കഴിഞ്ഞേ പറയത്തുള്ളൂ കേട്ടോ കൊച്ചേ. താൻ പറയുന്നോണ്ട് ഞാൻ എടുക്കുക. താനല്ലേ ഇവിടുത്തെ സംഗീത സാമ്രാട്ട് അല്ലേ തങ്കപ്പാ? അതെ അതെ. ചെല്ലു ചെല്ലു. ശരി. അയാൾ അങ്ങനെയാ, കലാബോധമില്ലാത്ത പരട്ട നഷ്ടാണി. വനിതയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. നീലക്കുറിഞ്ഞി നിവാവാ ഇളം താമര നറുമണമായി. നീലക്കുറിഞ്ഞി നിവാവാ ഇളം താമര നറുമണമായി. ഇതെന്ത് കവിതയാ? നീലക്കുറിഞ്ഞി എങ്ങനെ താമരയുടെ നറുമണമായി വരുന്നത്? നറുമണമായി വരുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാ. പിന്നെ ഇവിടെ പാട്ട് കേൾക്കാൻ വരുന്നവർക്ക് കവിതയുടെ വല്ല ആവശ്യമുണ്ടോ? വനിത കവിയൊക്കെ അല്ലേ, വേറെ വല്ല മനസ്സുണ്ടായാൽ ഈ മീറ്റിൽ അങ്ങ് തിരുത്തി എഴുതിക്കൂ, നമുക്ക് മാറ്റിപ്പാടാം. നീലക്കുറിഞ്ഞികൾ പൂത്തു, പുലർവേളകൾ പൂവിർത്തു. അങ്ങനെ ചേഞ്ച് ചെയ്യാം. പിന്നെ അടുത്ത വരി, ആടിത്തളരാത്ത പൂവിൻ കാതിൽ ആരാരോ പാടുന്നു. നാം ഇന്നീ വേളയിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു.